ലോകത്തിലെ ഏറ്റവും ജനപ്രിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ്റെ വില ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ക്രിപ്റ്റോ കറൻസികൾ കൂപ്പുകുത്താൻ പോകുകയാണ് എന്നൊക്കെയുള്ള പല തിയറികളും ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ബിറ്റ്കോയിന് സംഭവിച്ചത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫെബ്രുവരി 5 വൈകിട്ട് ബിറ്റ്കോയിൻ്റെ വില ഇടിഞ്ഞത് കുറച്ചൊന്നുമല്ല നിക്ഷേപകരെ ഞെട്ടിച്ചത്. ജനുവരി അവസാന വാരാന്ത്യത്തിൽ തുടങ്ങിയ ഇടിവ് ഫെബ്രുവരി 6 ആയപ്പോഴേക്കും $62,900 എത്തി നിന്നത്. 2025 ഒക്ടോബറിൽ $1,27,000 എന്ന റെക്കോർഡ് വിലയിൽ നിന്നായിരുന്നു ഈ കൂപ്പുകുത്തൽ എന്നതും ശ്രദ്ധേയമാണ്. വിപണിയിലെ അസ്ഥിരതയാണ് ബിറ്റ്കോയിൻ്റെയും ഇടിവിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആഗോളതലത്തിൽ ഓഹരികൾ വിറ്റഴിക്കപ്പെട്ടതും ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വവും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വിലയിലെ സമീപകാല ഏറ്റക്കുറച്ചിലുകളും ബിറ്റ്കോയിൻ്റെ വിലയെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബിറ്റ്കോയിൻ വാങ്ങിക്കൂട്ടിയിരുന്ന US എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഈ വർഷം അത് വിറ്റഴിക്കാൻ ആരംഭിച്ചതും ഈ തകർച്ചയ്ക്ക് കാരണങ്ങളിലൊന്നാണ്. പരമ്പരാഗത നിക്ഷേപകർക്ക് ക്രിപ്റ്റോയിൽ താൽപ്പര്യം കുറയുന്നുവെന്നും ക്രിപ്റ്റോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഇതെന്നുമാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം. ക്രിപ്റ്റോ മാർക്കറ്റ് പ്രധാനമായും ഒരു ഹൈപ്പിലാണ് പ്രവർത്തിക്കുന്നത്. ആളുകളെ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ആ ഹൈപ്പാണ്. പക്ഷേ ഇപ്പോഴത് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് പലരും വാദിക്കുന്നത്. നിലവിൽ ക്രിപ്റ്റോ വിൻ്റർ എന്ന ഘട്ടത്തിലൂടെയാണ് ക്രിപ്റ്റോ കറൻസി കടന്നു പോകുന്നതെന്നും പറയുന്നവരുണ്ട്. ഒരു നീണ്ട കാലയളവിലേക്ക് വിലയിൽ ഇടിവ് സംഭവിക്കുകയോ മാറ്റമില്ലാതെ തുടരുകയോ ചെയ്യുന്നതിനെയാണ് ക്രിപ്റ്റോ വിൻ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലേറിയ ശേഷം ബിറ്റ്കോയിൻ്റെ വില കുതിച്ചുയർന്നിരുന്നു. തന്റെ സർക്കാർ ക്രിപ്റ്റോ റിസർവ് സൃഷ്ടിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനങ്ങളായിരുന്നു അതിന് കാരണം. ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം ബിറ്റ്കോയിന്റെ വില കുതിച്ചുയർന്നു. അദ്ദേഹം ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി നയം സ്വീകരിക്കുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നു. ബിറ്റ്കോയിൻ, ഈതർ, XRP, കാർഡാനോ, സോളാന എന്നിവയ്ക്കായിരുന്നു ട്രംപ് പ്രാമുഖ്യം നൽകിയിരുന്നത്. ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട വിവിധ നിയമനിർമ്മാണങ്ങൾക്കും ട്രംപ് മുൻഗണന നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നിലപാടുകൾക്ക് പോലും നിലവിലെ വിലയിടിവിനെ പിടിച്ചു നിർത്താനാകുന്നില്ല എന്നതാണ് വാസ്തവം. അതേസമയം US ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് കെവിൻ വാർഷിനെ നിയമിക്കാനുള്ള തീരുമാനവും ക്രിപ്റ്റോയെ തകർച്ചയിലേക്ക് തള്ളിവിട്ടു എന്നാണ് വിലയിരുത്തൽ. നിലവിലെ ചെയർമാൻ ജെറമി പൗളിന് പകരമാണ് വാർഷ് എത്തുക. ഇക്കഴിഞ്ഞ ജനുവരി 28 നടത്തിയ പ്രഖ്യാപനത്തിൽ പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുമെന്ന് ജെറമി അറിയിച്ചിരുന്നു. അതോടൊപ്പമാണ് പുതിയ ചെയർമാൻ എത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നത്. ഇതെല്ലാം ബിറ്റ്കോയിന്റെ മൂല്യമിടിയാൻ കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. വിപണിയോട് വലിയ തോതിൽ സെൻസിറ്റീവായി നിൽക്കുന്ന ഒന്നാണ് ബിറ്റ്കോയിൻ. അതുകൊണ്ട് തന്നെ വിപണിയിലുണ്ടാകുന്ന എല്ലാ ചലനങ്ങളും ക്രിപ്റ്റോയെയും ബാധിക്കും. എന്നിരുന്നാലും അധികകാലം ഈ ഇടിവ് തുടരില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏകദേശം 13 മാസമാണ് ശരാശരി ക്രിപ്റ്റോ വിൻ്ററിൻ്റെ കാലയളവ്. പക്ഷേ ഈ ഇടിവ് ഉടൻ തന്നെ അവസാനിക്കുമെന്നും ക്രിപ്റ്റോ കറൻസി വീണ്ടും ശക്തി പ്രാപിക്കും എന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.